ആശാ വർക്കർമാർക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് സർക്കാർ. മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട 14 പേർക്കാണ് നോട്ടീസ് നൽകിയത്. അതേസമയം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപന്തലിൽ നിന്നും സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, സമരം തീരാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ചർച്ചകളിലേക്ക് കടക്കാത്തതാണ്. എന്നാൽ ഈ ചർച്ചകൾക്ക് പകരം ആശാ വർക്കർമാരുടെ കയ്യിലേക്ക് എത്തുന്നത് നോട്ടീസാണ്. ഈ നോട്ടീസ് കിട്ടിയാൽ പിന്നോട്ട് പോകുമോ അവർ? എന്താണ് ഇപ്പോഴത്തെ തീരുമാനം? സുജയ, ഇന്നാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ സുജയ പറഞ്ഞതുപോലെ തന്നെ നോട്ടീസ് കൊണ്ടൊന്നും പിന്നോട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇവരെത്തുന്നത്. കാരണം നേരത്തെയും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നോട്ടീസ് അയക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഡോക്ടർ കെ.ജി. താര, എം പി മത്തായി, ജോസഫ് സി മാത്യു തുടങ്ങിയവരുൾപ്പെടെ ഒപ്പം തന്നെ സമര നേതാക്കൾക്കടക്കം നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ്. ചേച്ചി, ഇപ്പോൾ വീണ്ടും കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അപ്പൊ എന്താണ്, നിങ്ങളെ പിന്നോട്ട് അടുപ്പിക്കാൻ വേണ്ടിയാണോ അവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? ഒരു ജനകീയ സമരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തൊഴിലാളികളുടെ ശരിയായ സമരം നടത്തുമ്പോൾ അതിനെ ഇങ്ങനെയൊക്കെയല്ല നേരിടേണ്ടത്. ഇത് എത്രയോ ദിവസം മുമ്പ് സെറ്റിൽ ചെയ്യാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ വളരെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യങ്ങളും ഉന്നയിച്ചിട്ടില്ല. വളരെ സർക്കാരിന് ഈസിയായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് മറ്റെന്തിന്റെയൊക്കെയോ ഇതിൽ വാശി പിടിച്ചാണ് നമ്മളുമായിട്ട് സെറ്റിൽ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ ആ സമരം ചെയ്യുന്നവരെ നമ്മളെ സമരത്തിന് പിന്തുണച്ചു വരുന്ന ഞങ്ങൾ ഇതിന്റെ സംഘാടകർക്കെതിരെ മാത്രമല്ല, ജോസഫ് സി മാത്യു സാറ്, ഡോക്ടർ എം പി മത്തായി, ഡോക്ടർ കെ.ജി. താര, ഇവർക്കൊക്കെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മളെ വന്ന് പിന്തുണയ്ക്കുന്ന ആളുകൾക്കെതിരെയും കൂടി കേസെടുത്തോണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവര് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും. കേരള പൊതുസമൂഹം ഒന്നടങ്കം നമ്മളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തുള്ള നടപടികളുമായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളതിന് ഉത്തരം പറയണ്ട, കേരളത്തിലെ പൊതു മനസാക്ഷി അതിന് ഉത്തരം പറയും. സുജയ, ഇവർക്ക് പറയാനുള്ളതും ഇതാണ്. നോട്ടീസൊക്കെ വന്നുകൊണ്ടിരിക്കും, പക്ഷേ അതിന് മറുപടി നൽകേണ്ടത് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ അതിന് മറുപടി നൽകിക്കോളും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ന് വലിയ രീതിയിൽ നേരത്തെ തന്നെ എളമരം കരീമിന്റെ ചില പ്രസ്താവനകളൊക്കെ തന്നെയും വിമർശനമായി മാറുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇന്ന് വീണ്ടും ഈർക്കിൽ സംഘടനയാണ് ഇത്തരമൊരു സമരം നടത്തുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഇന്നും കണ്ടത്. ഇത്തരത്തിൽ എന്തോ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള വിഷയങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു എന്നതാണ്. ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലുള്ളവർ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വരുന്നു. അപ്പോൾ ഇത് കോൺഗ്രസ് ഇവർക്ക് പിന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണ് എന്ന രീതിയിലേക്ക് സർക്കാർ ഇതിനെ കാണുകയാണ്. അതുകൊണ്ട് ഈ സമരക്കാരുമായുള്ള ഒരു ചർച്ചയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നില്ല. ദിവസങ്ങളായി തുടരുന്ന സമരം അത് അരമാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടത്.